അതല്ലാതെ നമ്മളെ പോലുള്ളവരെ സാധാരണക്കാരെ നോക്കാനല്ല അവർ പോകുന്നത്. നമ്മളെ കാശ് കൊണ്ടാണ് നമ്മൾ ചിലവാക്കുന്നത്. അവർക്ക് വെറുപ്പാണ് ജനങ്ങൾ. നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ. കോട്ടോ ഇതുവരെയായിട്ട് എൻ്റെ അറിവിലൊന്നുമില്ല. സർക്കാരിന്റെ പൈസ നഷ്ടപ്പെടുന്നല്ലാതെ യാതൊരു അഭിപ്രായം. ഇപ്പോഴത്തെ ഭരണങ്ങൾ ആളുകൾക്ക് ഭയങ്കര കഷ്ടം. ഒരു ഗുണമില്ല, പൊതു ഖജനാവ് ദൂർത്തടിക്കുന്നു എന്നുള്ളതാണ്. നമസ്കാരം. കേരളത്തിലെ പല ആവശ്യങ്ങൾക്കായും അതുപോലെ തന്നെ പലവിധമായ വിഷയങ്ങൾ പഠിക്കാനായും വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്താറുള്ള പതിവുള്ളവരാണ് നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും. എന്നാൽ ഇവരിങ്ങനെ പര്യടനം നടത്തുന്നത് കൊണ്ട് നമ്മുടെ കേരളത്തിന് ഇന്നേ വരെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ടുണ്ടോ? ഇതേപറ്റി ജനങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് കേട്ടു നോക്കാം. പല നേതാക്കന്മാരും മന്ത്രിമാരും ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വിദേശ പര്യടനം നടത്താറുണ്ട്. അവരിങ്ങനെ ഈ വിദേശ പര്യടനം നടത്തിയത് കൊണ്ട് നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എന്താ അങ്ങനെ തോന്നാനുള്ള കാര്യം എന്താണ്? അവർ വിദേശത്ത് പോയിട്ട് എന്താ അവർ പഠിക്കാൻ പോകുന്നതാണ്. അതല്ലാതെ നമ്മളെ പോലുള്ളവരെ സാധാരണക്കാരെ നോക്കാനല്ല അവർ പോകുന്നത്. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. മൂന്നാമതും ജനങ്ങൾ വിധി എഴുതുന്നത് ഇടതിനായിരിക്കും എന്ന് തോന്നുന്നു. അതിനെ പറയാൻ പറ്റില്ല, പറയാൻ വഴിയില്ല. ഗുണമുള്ളതായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. എന്താ അമ്മ അങ്ങനെ തോന്നാനുള്ള കാര്യം? കാരണം നമ്മളെ സർക്കാർ അങ്ങനെ ആർക്കും അങ്ങനെ ഒരു ഇതൊന്നും തന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വെറുതെ കാശ് പൊടിച്ച് കളയുന്നു എന്ന് തന്നെയാണോ അഭിപ്രായം? നമ്മളെ കാശ് കൊണ്ടാണ് നമ്മൾ ചിലവാക്കുന്നത്. അതെ, നമ്മൾ നികുതി അടയ്ക്കുന്ന പണമാണല്ലോ. അമ്മ ഇനിയിപ്പോ ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. മൂന്നാമതും ജനങ്ങൾ ഇടത് സർക്കാരിന് ഒരു ഊഴം കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് നമുക്കറിയത്തില്ല. എന്നാലും ഇവരുടെ ഈ ഭരണം കണ്ടിട്ട് എന്ത് തോന്നുന്നു? നമ്മളങ്ങനെ സർക്കാർ പറയത്തക്ക രീതിയിൽ വലിയ കാര്യത്തിൽ പറയാനില്ല. അങ്ങനെ ഇനിയിപ്പോ ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ഇനി കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ജനങ്ങൾ മൂന്നാമതും ഈ ഇടതിനായിരിക്കോ വിധി എഴുതാൻ പോകുന്നത്? മനസ്സിലായില്ല ഒന്നുകൂടെ. ഇപ്പം വീണ്ടും ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ടല്ലോ, നിയമസഭാ ഇലക്ഷൻ. ജനങ്ങൾ മൂന്നാമതും ഇനി തുടർ ഭരണം ഇടത് സർക്കാരിന് തന്നെ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? സംശയം വരാൻ നോക്കൂല. സർക്കാർ അങ്ങനത്തെ വേലകളാണ് കാണിച്ചിരിക്കുന്നത്. ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് വെറുപ്പാണ് ജനങ്ങൾക്ക് വെറുപ്പാണ്. ഇതിലെ പല നേതാക്കന്മാരും മുഖ്യമന്ത്രിയും നമ്മുടെ കേരളത്തിന് വേണ്ടി വിദേശ പര്യടനത്തിനായി പുറം രാജ്യങ്ങളിൽ പോവാറുണ്ട്. പോകണ്ടെന്ന് ഇപ്പം പറഞ്ഞിരിക്കണല്ലോ. അമ്മ ഇവരിങ്ങനെ പോയത് കൊണ്ടേ അമ്മ നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും ഇന്നേ വരെ ഗുണമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? ചിലർക്ക് ഗുണമായിരിക്കും, ചിലർക്ക് ഗുണമായിരിക്കില്ല. നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? അത് പാർട്ടി അടിസ്ഥാനത്തിൽ വരും, ഗുണമില്ലായ്മ. അമ്മ ഇനിയിപ്പോ ഒരു നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ടല്ലോ അമ്മ, ഇടതിന് തന്നെ ജനങ്ങൾ മൂന്നാമതും വിധി എഴുതുമെന്ന് അമ്മ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. അവര് തന്നെയായിരിക്കും അതാണ് നമ്മുടെ മന്ത്രി. ശരി. അങ്ങനെ അവര് പോയത് കൊണ്ട് നമ്മുടെ കേരളത്തിന് ഇന്നേ വരെ എന്തെങ്കിലും നേട്ടം ഉള്ളതായിട്ട്? നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ. കോട്ടോ ഇതുവരെയായിട്ട് എൻ്റെ അറിവിലൊന്നുമില്ല. പോകുന്ന ഓരോ കരാറുകളിൽ ഒപ്പിടുകയും അതനുസരിച്ച് നമുക്ക് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, ദോഷമായിട്ടൊന്നുമില്ല. ഇല്ല. അങ്ങനെ ഇനിയിപ്പോ ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ജനങ്ങൾ മൂന്നാമതും വിധി എഴുതുന്നത് ഇടതിനായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? ഉണ്ട്, പൂർണ്ണമായിട്ടും ഉണ്ട്. അവര് തന്നെയായിരിക്കും. അതെ അതെ അതെ. ഒരു പ്രയോജനമില്ല. ഇല്ല. എന്താ ചേട്ടാ അങ്ങനെ തോന്നാനുള്ള കാര്യം എന്താണ്? പൊതുവെ കണക്കുകളെല്ലാം നോക്കുമ്പോൾ അങ്ങനെയാണ്. വെറുതെ കാശ് മുടക്കി പോകുന്നതായിട്ടാണ് സർക്കാരിന്റെ പൈസ നഷ്ടപ്പെടുന്നല്ലാതെ യാതൊരു അഭിപ്രായം. യാതൊരു ഗുണവും ഇല്ല. ചേട്ടാ ഇനിയിപ്പോ ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ടല്ലോ. മൂന്നാമതും ജനങ്ങൾ വിധി എഴുതുന്നത് ഇടത് സർക്കാരിനായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്താ ചേട്ടാ അത്രയ്ക്ക് ഉറപ്പിച്ച് പറയാനുള്ള? വളരെ മോശമാണ്. എന്തായാലും ജനങ്ങൾ ഇനി അവർക്കൊരു ഊഴം കൊടുക്കില്ല? ഒരിക്കലും ഇല്ല. അങ്ങനെ ചോദിച്ചാൽ മൊത്തത്തിലെല്ലാം തുറഞ്ഞു കിടക്കുകയല്ലേ. അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ചേച്ചി ഇനിയിപ്പോ ഒരു നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. മൂന്നാമതും ജനങ്ങൾ ഇടതിന് വിധി എഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ പ്രതീക്ഷയില്ല. ഇല്ല. എന്താ ചേച്ചി അങ്ങനെ തോന്നാൻ കാര്യം? അങ്ങനെ തോന്നാൻ കാരണം ഇപ്പോഴത്തെ ഭരണങ്ങൾ ആളുകൾക്ക് ഭയങ്കര കഷ്ടം. അതുകൊണ്ട് ഈ വയസ്സായ അമ്മച്ചിമാരായിട്ടും വോട്ട് കിട്ടിയാലായി. അമ്മച്ചിക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ അമ്മച്ചി ചത്തുവിഴയാണ്. അവർ ഇങ്ങനെ പിണറായി വിജയൻ നല്ലതാണ്, സർക്കാർ നല്ലതാണെന്നൊക്കെ പറയണ്. പക്ഷേ അതൊന്നും അല്ല സത്യം. അറിയാമെന്നുള്ളവർക്ക് അറിയാം. എന്തായാലും നമ്മളെയൊക്കെ പോലെയുള്ളവരൊന്നും കൊടുക്കൂല. അമ്മച്ചിമാരത് കിട്ടുവാണെങ്കിൽ അവരെ വോട്ടായിരിക്കും. ഗുണമുണ്ട്. എന്തൊക്കെ ഗുണമുള്ളതായിട്ട് അമ്മയ്ക്ക് തോന്നുന്നത്? ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളെ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണുണ്ടല്ലോ. മുഖ്യമന്ത്രി വന്നതിന് ശേഷം തന്നെ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ടല്ലോ. മൂന്നാമതും ഇടത് സർക്കാർ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ?
അതെല്ലാം ജനങ്ങളെ കയ്യിലാണ് ഇരിക്കുന്നത്. ജനങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത് അതുപോലെ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ഭരണം കണ്ടിട്ട് തുടർ ഭരണം അവർക്ക് തന്നെയായിരിക്കും? അപ്പം മിക്കവാറും അവർക്കായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഉണ്ടായിട്ട് എന്ത് നേട്ടം ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നുന്നേ? ഇങ്ങനെ എടുത്തു പറയാൻ തോന്നണില്ല, അങ്ങനെ 2-3 കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ടല്ലോ, മൂന്നാമതും ജനങ്ങൾ ഈ ഇടത് സർക്കാരിനെ തന്നെ തിരഞ്ഞെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. അവരിങ്ങനെ പോയത് കൊണ്ട് നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. പൊതു ഖജനാവ് ദൂർത്തടിക്കുന്നു എന്നുള്ളതാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാതെ ഈ കാശ് മുടക്കി പോയിട്ട് ഒരു ഗുണം ഇതുവരെ ഉണ്ടായതായിട്ട് അറിയില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, അതുകൊണ്ട് ഒരു ഗുണവും ഇതുവരെ, അത് ഏത് പാർട്ടിയിൽ നിന്നായാലും പോയിട്ട് ഒരു ഗുണവുമില്ല. സാർ, ഇനിയിപ്പോ ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്, മൂന്നാമതും ജനങ്ങൾ വിധി എഴുതുന്നത് ഇടത് സർക്കാരിനായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം 9 വർഷം കൊണ്ട് കേരളം കട്ടുമുടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇനി അതിലൊരു 1 വർഷം കൂടെ സഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനിയൊരു അവർക്ക് അനുകൂലമായിട്ടുണ്ടാകാനുള്ള സാധ്യത ഇല്ല.